ഇവർ ചെയ്യുന്ന തെറ്റുകൾ നല്ലവരെ കൂടെ മോശാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് തിരിച്ചറിയണം, നല്ലതേതെന്ന് തിരിച്ചറിയണം. നല്ലത് മാത്രമേ വാഴാവൂ, നല്ലത് മാത്രമേ ചെയ്യാവൂ. അതാണ് വേണ്ടത്. ഈ മഠങ്ങളെ എതിർക്കുന്ന പല സന്യാസിമാരും അപ്രത്യക്ഷരായ അവസ്ഥയാണ്. അതായത് അവർ പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല അവരെ. അതായത് 10, 15, 20 വർഷം കഴിഞ്ഞ് ദീക്ഷ സ്വീകരിച്ചവര്, ആണും പെണ്ണും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ എതിർത്ത് പുറത്തു വന്നവരൊന്നും ഇന്നില്ല. അവരെവിടാണെന്ന് ആർക്കും അറിയില്ല. ഈ മഠങ്ങളിൽ നിന്ന് മാറി പുറത്ത് ഈ പറഞ്ഞ പോലെ സത്യാഗ്രഹവും നടത്തും, സമാധാനപരമായിട്ട് പത്രസമ്മേളനം നടത്തുന്നവരെയൊന്നും ഇവർ വെച്ചേക്കത്തില്ല. എത്ര മഠങ്ങളാണെന്ന് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നില്ല, പക്ഷെ ഒരുപാട് മഠങ്ങൾ അങ്ങനെയുണ്ട്. പ്രബലരായിട്ടുള്ള ആശ്രമ ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആശ്രമ മഠാധിപതിയും അദ്ദേഹത്തിന്റെ ശിഷ്യതികളുമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് തീർച്ചയായിട്ടും ചില തെളിവുകൾ ഞങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വിടും. നമ്മുടെ കയ്യിലുണ്ട്, തെളിവുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിത് ആരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയും ഇതല്ല, പക്ഷെ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു. അതായത് ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ സാധാരണക്കാരുടെ കാലടികൾ പതിയേണ്ട ആശ്രമങ്ങളിൽ അവർക്ക് അത് പ്രാപ്യമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു.